Hello students, EC304 Vlsi subject le module 3 le DC characteristics of Cmos inverter ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So this is the figure for a Cmos inverter. നമ്മൾ എന്തുകൊണ്ടാണ് Cmos inverterന്റെ characteristics പഠിക്കുന്നതെന്ന് വെച്ചാൽ because it forms the basis for calculating the characteristics of any other logic circuits. So രണ്ട് ടൈപ്പ് characteristics ആണുള്ളത് ഒരു Cmos inverterന്റെ കേസിൽ. ഒന്ന് ഡി സി അനാലിസിസ് ആണ്, അടുത്തത് ട്രാൻസിയന്റ് അനാലിസിസ് ആണ്. ഡി സി അനാലിസിസ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് represented by the voltage transfer characteristics. അതായത് ഇറ്റ് ഇസ് എ പ്ലോട്ട് ബിറ്റ്വീൻ ഔട്ട്പുട്ട് വേഴ്സസ് ഇൻപുട്ട്. ഡിഫറെന്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് പ്ലോട്ട് ചെയ്യുന്നതാണ് ഡി സി അനാലിസിസ് എന്ന് പറഞ്ഞാൽ. ട്രാൻസിയന്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും വി വിൽ ബി റെപ്രസെന്റിങ് ഇറ്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. അതാണ് ട്രാൻസിയന്റ് അനാലിസിസ്. ആസ് യു ക്യാൻ സീ ഇൻ ദ ഫിഗർ, ദിസ് ഇസ് ദി ഇൻപുട്ട് വോൾട്ടേജ്. ഒരു പൾസ് ആണ് ഇൻപുട്ട് വോൾട്ടേജ് ആയി കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ എന്താണ് കിട്ടുക? ഇൻവേർട്ടഡ് പൾസ് ആണ്. സോ അത് ടൈമിന്റെ ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ട്രാൻസിയന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡി സി ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ ഡി സി ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? വോൾട്ടേജ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സിലാണ്. അതായത് നമ്മൾ ഇൻപുട്ട് 0 മുതൽ VDD വരെ വേരി ചെയ്യും, കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് പ്ലോട്ട് ചെയ്യും. സോ ഇൻപുട്ട് എന്ന് പറയുന്ന ഫസ്റ്റ് കേസിൽ ഇൻപുട്ട് എന്ന് പറയുന്ന 0 വോൾട്ട് ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ പിമോസ് ഓൺ ആവും, എൻമോസ് ഓഫ് ആണ്. ഇനി പിമോസ് ഓൺ ആവാനുള്ള കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ, പിമോസ് ഓൺ ആവുകയെന്ന് വെച്ചാൽ ഇവിടെ VGSP എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു VT0P ആണെങ്കിൽ പിമോസ് ഓൺ ആവും. ഓക്കെ, അപ്പൊ പിമോസ് ഓൺ ആവാനുള്ള കണ്ടീഷൻ VGSP ലെസ് ദാൻ ഓർ ഈക്വൽ ടു VT0P ആണ്. VGP എന്ന് പറയുന്നത് ഇതിൽ നോക്കുക, VGP എന്ന് പറയുന്നത് ഗേറ്റിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് Vin ആണ്. VSP എന്ന് പറയുന്നത് സോഴ്സിലെ വോൾട്ടേജ് VDD ആണ്. So Vin minus VDD less than or equal to VT0P. Vin less than or equal to VDD plus VT0P. As long as Vin is less than or equal to VDD plus VT0P, PMOS എന്തായിരിക്കും? ഓൺ ആയിരിക്കും. ഇനി NMOS ഓൺ ആവാനുള്ള കണ്ടീഷൻ VGSN greater than or equal to VT0N ആണ്. Vin greater than or equal to VT0N ആണെങ്കിൽ NMOS ഓൺ ആയിരിക്കും. സോ ഇപ്പോഴത്തെ കേസ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ Vin equal to 0 ആണ്. സോ ഈ റിലേഷൻഷിപ്പ് ആണ് സാറ്റിസ്ഫൈ ചെയ്യുക. അതുകൊണ്ട് PMOS ഓൺ ആയിരിക്കും, NMOS ഓഫ് ആയിരിക്കും. ആ സമയത്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? VDD ആയിരിക്കും. ഔട്ട്പുട്ട് VDDയിലേക്ക് കണക്റ്റഡ് ആണ്. ഈ അടുത്ത കേസ് എന്ന് പറയുന്നത്, അപ്പൊ ഈ സമയത്ത് എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് വോൾട്ടേജിന് മാക്സിമം വോൾട്ടേജ് കിട്ടിയിട്ടുണ്ട്. VDD നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള പവർ സപ്ലൈന്റെ മുഴുവൻ വോൾട്ടേജും ഔട്ട്പുട്ടിൽ കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് ഔട്ട്പുട്ട് ഇസ് ടേംഡ് ആസ് VOH. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇൻപുട്ട് എന്ന് പറയുന്നത് VDD കൊടുക്കുന്നു. ഇൻപുട്ട് എന്ന് പറയുന്നത് VDD കൊടുക്കുമ്പോൾ ഇത് എന്ത് പറ്റും? VDD ലെസ് ദാൻ ഓർ ഈക്വൽ ടു VDD പ്ലസ് VT0P. ഈ VT0P എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പൊ ഇത് ആക്ച്വലി VDD മൈനസ് VT0Pന്റെ എഫക്റ്റ് ആണ്. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. VDD ഈസ് ഗ്രേറ്റർ ദാൻ VDD പ്ലസ് VT0P ആവും. അതുകൊണ്ട് PMOS ഓഫ് ആയിരിക്കും. ആര് ഓൺ ആവും എന്നാൽ NMOS ഓൺ ആവും. ഓക്കെ, അപ്പൊ NMOS ഓൺ ആവുമ്പോൾ എന്ത് സംഭവിക്കും? ഔട്ട്പുട്ട് ഇസ് ടൈഡ് ടു ഗ്രൗണ്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 വോൾട്ട് ആവും. സോ VOL എന്ന് പറയുന്നത് എന്താണ്? 0 വോൾട്ട് ആണ്. സോ ലോജിക് സ്വിംഗ് എന്ന് പറയുന്നത് എന്താണ്? VOH മൈനസ് VOL VDD, അതായത് കംപ്ലീറ്റ് റെയിൽ വോൾട്ടേജും നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്നു. ഇനി നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു, ഒരു ഐഡിയൽ ഇൻവെർട്ടറിന്റെ കേസ് ആണെങ്കിൽ ഇങ്ങനെയാണ് അതിന്റെ VTC ഉണ്ടാവുക. അതായത് V ഔട്ട് വേഴ്സസ് V ഇൻപുട്ട് നമ്മൾ പ്ലോട്ട് ചെയ്താൽ ഐഡിയൽ ഇൻവെർട്ടർ ആണെങ്കിൽ ഇങ്ങനെയാണ് ക്യാരി ഉണ്ടാവുക. അതായത് VTH ഈക്വൽ ടു VDD/2 എന്ന് പറയുന്ന ആ പോയിന്റിൽ തന്നെ ട്രാൻസിഷൻ നടക്കും. ഓക്കെ, 0 മുതൽ VTH, അതായത് 0 മുതൽ VDD/2 വരെയുള്ള വാല്യൂസ് ലോജിക് 0 ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ ഔട്ട്പുട്ട് VDD ആണ്. VDD/2 മുതൽ VDD വരെയുള്ള വാല്യൂസ് ലോജിക് 1 ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ ഔട്ട്പുട്ട് ലോജിക് 0 ആണ്. ദിസ് ഇസ് ദ കേസ് ഫോർ ആൻ ഐഡിയൽ ഇൻവെർട്ടർ. എന്നാൽ പ്രാക്ടിക്കൽ കേസിൽ ഇങ്ങനെ ഷാർപ്പായിട്ട് ട്രാൻസിഷൻ ഉണ്ടാവില്ല. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്ലോ ആയിട്ട് മാത്രമേ ട്രാൻസിഷൻ നടക്കുള്ളൂ. ഇങ്ങനെയാണ് പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. സോ അതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ കേസിൽ എങ്ങനെയാണ് നമ്മൾ ക്യാരി ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നമ്മളെ ക്യാരി ഉണ്ടാവുക. 0 മുതൽ A എന്ന് പറയുന്ന റീജിയനിൽ PMOS കംപ്ലീറ്റ് ആയിട്ട് ഓൺ ആണ്, NMOS ഓഫ് ആണ്.
അപ്പോൾ ഔട്ട്പുട്ട് VOH ആണ് കിട്ടുക. ഇനി ഈ ഒരു പോയിന്റ് എത്തുമ്പം എന്ത് ചെയ്യുന്നു, നമ്മൾ ഔട്ട്പുട്ട് സ്ലോ ആയിട്ട് ഡൗൺവേർഡ് ട്രാൻസിഷൻ നടത്തുന്നു. ഈ പോയിന്റിൽ സ്ലോപ്പ് എന്ന് പറയുന്ന -1 ആണ്, B എന്ന് പറയുന്ന ഈ റീജിയനിൽ. അവിടെ എന്ത് സംഭവിക്കും, എൻമോസ് സ്ലോലി ഓൺ ആവാൻ തുടങ്ങും, PMOS ലെസ് കണ്ടക്ടിങ് ആവും. അങ്ങനെ ഈ ഒരു റീജിയനിൽ മുഴുവൻ എൻമോസ് നന്നായി കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും, PMOS കണ്ടക്ഷൻ കുറയാൻ തുടങ്ങും. അങ്ങനെ ഈ D എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയാൽ എന്ത് ചെയ്യും, PMOS കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ആവും, എൻമോസ് കംപ്ലീറ്റ് ആയി ഓൺ ആവും. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോജിക് 0 ആയിരിക്കും. സോ ഈ VIH-നും VDD-ക്കും ഇടയിൽ ഉള്ള വാല്യൂസിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, ലോജിക് 0 ആണ്. ആ വോൾട്ടേജ് വാല്യൂസിനെ, ആ ഇൻപുട്ട് വാല്യൂസിനെ നമ്മൾ എന്ത് ലോജിക് 1 ആയിട്ട് കൺസിഡർ ചെയ്യും. ആ ഇൻപുട്ട് വാല്യൂസിനെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യും, ലോജിക് 1 ആയിട്ട് കൺസിഡർ ചെയ്യും. എവിടെ മുതൽ, VIH മുതൽ VDD വരെയുള്ള എല്ലാ വാല്യൂസിനെയും നമ്മൾ ലോജിക് 1 ആയിട്ട് കൺസിഡർ ചെയ്യും. അതേപോലെ തന്നെ ഈ A റീജിയനിൽ മുഴുവനായിട്ട് ഔട്ട്പുട്ട് VDD ആണ്. ആ ട്രാൻസിഷൻ നടത്തുന്ന ആ പോയിന്റ് ആണ് VIL, അവിടെയാണ് സ്ലോപ്പ് -1 ആവുന്നത്. സോ 0 മുതൽ VIL വരെ എല്ലാ വാല്യൂസിനെയും നമ്മൾ ലോജിക് 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോഴും നമുക്ക് ഔട്ട്പുട്ട് എന്താണ്, VDD ആണ്. സോ 0 മുതൽ VIL വരെയുള്ള എല്ലാ വാല്യൂസും ലോജിക് 0 ആണ്. സോ VIL എന്ന് പറയുന്നത് എന്താണ്, ഇൻപുട്ടിലുള്ള മാക്സിമം വോൾട്ടേജ്, VIL വരെയുള്ള ഇറ്റ് ഇസ് ദ മാക്സിമം വോൾട്ടേജ് വിച്ച് ഇസ് കൺസിഡർഡ് ആസ് ലോജിക് 0. VIH-ന്റെ ഡെഫിനിഷൻ എന്താണ്, മിനിമം വോൾട്ടേജ് വിച്ച് ഇസ് കൺസിഡർഡ് ആസ് ലോജിക് 1. ഓക്കെ, അപ്പൊ ഇങ്ങനെ 5 റീജിയൻസ് ആയിട്ട് ഈ VTC-നെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നേരത്തെ കണ്ട ഐഡിയൽ ഇൻവെർട്ടറിന്റെ കാര പോലെ ഷാർപ്പ് ആയിട്ടുള്ള ട്രാൻസിഷൻ അല്ല, സ്ലോ ആയിട്ടാണ് ട്രാൻസിഷൻ നടത്തുന്നത്. ഓക്കെ ഫൈൻ. എൻമോസ് എപ്പോഴാണ് ഓൺ ആവുക, Vin ഗ്രേറ്റർ ദാൻ VT0N ആയാൽ. PMOS എപ്പോഴാണ് ഓഫ് ആവുക, Vin ലെസ് ദാൻ, when it becomes Vin ഗ്രേറ്റർ ദാൻ VDD പ്ലസ് VT0N. ഈ പോയിന്റിൽ പിന്നെ എന്താവും, VDD Vin becomes greater than VDD plus VT0P. അപ്പൊ പിന്നെ അത് ഓഫ് ആവാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ട്രാൻസ്ഫർ കാര വരക്കുവാന്ന് വെച്ചാൽ എന്താണ്, VIL-ന്റെ വാല്യൂ അറിയണം, VIH-ന്റെ വാല്യൂ അറിയണം, VOL-ന്റെ വാല്യൂ അറിയണം, VOH-ന്റെ വാല്യൂ അറിയണം. എന്നാലും മാത്രമേ നമുക്ക് ഈ ട്രാൻസ്ഫർ കാര പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഓരോ വാല്യൂസും നമ്മൾ കണ്ടുപിടിക്കാനാണ് പോകുന്നത്. ഓക്കെ ഫൈൻ. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഓരോ ട്രാൻസിസ്റ്റർ ഓൺ ആവുകയെന്ന് വെച്ചാൽ ജസ്റ്റ് ഓൺ എന്ന് പറഞ്ഞാൽ പോരാ, ഏത് റീജിയനിൽ ഓൺ ആവുന്നതെന്ന് കൂടി നമ്മൾ കൃത്യമായി പറഞ്ഞിരിക്കണം. ട്രാൻസിസ്റ്റർ ഓൺ ആവുകയെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി ഐദർ ഇൻ ലീനിയർ റീജിയൻ ഓർ സാച്ചുറേഷൻ റീജിയൻ. സോ ഒരു എൻമോസ് ഓൺ ആവുകയെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി ഇൻ ലീനിയർ ഓർ സാച്ചുറേഷൻ. ലീനിയർ റീജിയനിലാണ് ഓൺ ആവുന്നതെങ്കിൽ VDSN ലെസ് ദാൻ VGSN മൈനസ് VT0N ആണ്. ഇതാണ് ലീനിയർ റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ. സോ VDSN എന്ന് പറഞ്ഞാൽ എൻമോസിന്റെ ആ ഫിഗറിൽ ഡ്രെയിൻ ഔട്ട്പുട്ടിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, സോഴ്സ് 0-ലാണ്. സോ Vout ലെസ് ദാൻ Vin മൈനസ് VT0N. ദിസ് ഇസ് ദ കണ്ടീഷൻ ഫോർ എൻമോസ് ടു ബി ഇൻ ലീനിയർ റീജിയൻ. PMOS ഇതേ കണ്ടീഷൻ തന്നെ, ഇതേ ലെസ് ദാൻ എന്ന് പറയുന്ന കണ്ടീഷൻ തന്നെ വരിക PMOSന്റെ കേസിൽ സാച്ചുറേഷനിലാണ്. സോ VDSP ലെസ് ദാൻ ഓർ ഈക്വൽ ടു VGSP മൈനസ് VT0P ആണെങ്കിൽ PMOS സാച്ചുറേഷനിലാണ്. VDSP എന്ന് പറയുന്ന ഡ്രെയിൻ ഔട്ട്പുട്ടിലാണ് കണക്റ്റഡ്. സോ Vout മൈനസ് BS എന്ന് പറയുന്ന VDD-യിലാണ്. VDD ലെസ് ദാൻ ഓർ ഈക്വൽ ടു Vin മൈനസ് VDD മൈനസ് VT0P. അതായത് Vout ലെസ് ദാൻ ഓർ ഈക്വൽ ടു Vin മൈനസ് VT0P. ദിസ് ഇസ് ദ കണ്ടീഷൻ ഫോർ PMOS ടു ബി ഇൻ സാച്ചുറേഷൻ. അപ്പൊ ആ കണ്ടീഷൻസ് നമ്മളൊരു ടേബിൾ ആക്കി എഴുതിയതാണ്. ഓൺ ആവാനാണെങ്കിൽ എൻമോസ് ആണെങ്കിൽ Vin ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു VT0N ആയിരിക്കണം. PMOS ആണെങ്കിൽ Vin ലെസ് ദാൻ ഓർ ഈക്വൽ ടു VDD പ്ലസ് VT0P ആയിരിക്കണം. അതേപോലെ ലീനിയർ റീജിയനിലാണ് വർക്ക് ചെയ്യേണ്ടതെങ്കിൽ ഇതാണ് കണ്ടീഷൻ. PMOS ലീനിയർ റീജിയനിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇതാണ് കണ്ടീഷൻ. സാച്ചുറേഷൻ റീജിയനിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇതാണ് കണ്ടീഷൻ. PMOS സാച്ചുറേഷൻ റീജിയനിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇതാണ് കണ്ടീഷൻ. ഓക്കെ ഫൈൻ. ഇനി നമ്മൾ ഓരോ പോയിന്റ് എടുത്ത് നോക്കുന്നു. When Vin is less than VT0N, Vin less than VT0N ആണെങ്കിൽ NMOS ഓഫ് ആയിരിക്കും. PMOS എന്താണ്, ഓൺ ആണ്. ഇനി ഏത് റീജിയനിലാണ് ഓൺ ആവുന്നതെന്ന് പറയണം. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ Vin എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു VT0N ആണ്. ആ സമയത്ത് ഔട്ട്പുട്ട് എന്താണ്, VDD ആണ് അല്ലെ. അപ്പൊ ഔട്ട്പുട്ട് VDD. അപ്പൊ ഈ കണ്ടീഷൻ നോക്കുക, VDD ഗ്രേറ്റർ ദാൻ, Vin എന്ന് പറയുന്ന വളരെ ചെറിയ വാല്യൂ ആണ്, Vin മൈനസ് VT0P ആണ്.
ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഔട്ട്പുട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് റൈറ്റ് ഹാൻഡ് സൈഡ്. സോ ഏത് PMOSന്റെ ഏത് കണ്ടീഷനാണ് മീറ്റ് ചെയ്യുന്നത്? ലീനിയർ റീജിയന്റെ കണ്ടീഷനാണ് മീറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് വൈ വി ആർ സെയിങ് ദാറ്റ് PMOS ഇസ് ഇൻ ലീനിയർ റീജിയൻ. ഓക്കെ, ആ സമയത്ത് എന്ത് എഴുതാം നമുക്ക്? VOH ഈക്വൽ ടു എന്താണ്? VDD ആണ്. അതെങ്ങനെയാണ് കിട്ടിയത്? ഈ സമയത്ത് അതായത് ഒരു മോസ്ഫെറ്റ് ഓഫ് ആണ്, മറ്റേ മോസ്ഫെറ്റ് ഓൺ ആണ്. പക്ഷെ എന്താണ്, ഒരു മോസ്ഫെറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. സോ IDP ഈക്വൽ ടു IDN ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. എന്താണ് അതിന്റെ IDP എന്ന് പറയുന്നത്? എന്താണ്? VDD മൈനസ് Vout ബൈ R ഈക്വൽ ടു 0. അത് ആ മോസ്ഫെറ്റിനെ ഒരു റെസിസ്റ്ററായി കൺസിഡർ ചെയ്താൽ VDD മൈനസ് Vout ബൈ R ഈക്വൽ ടു 0. അതായത് Vout ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? VDD. അങ്ങനെയാണ് VOHന്റെ വാല്യൂ VDD എന്ന് പറയുന്ന വാല്യൂ കിട്ടിയത്. അപ്പൊ അതാണ് ഈ റീജിയൻ. ഈ റീജിയനിൽ NMOS ഓഫ് ആണ്, PMOS ഏത് റീജിയനിലാണ്? ലീനിയർ റീജിയനിലാണ്. ഇനി വാട്ട് ഹാപ്പൻസ് വെൻ ഇൻപുട്ട് വോൾട്ടേജ് ഇസ് ഗ്രേറ്റർ ദാൻ VDD പ്ലസ് VT0P? VDD പ്ലസ് VT0P എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്, സംവാട്ട് ഹിയർ. ഓക്കെ, അത് VDD-നേക്കാളും കുറവ് വാല്യൂ ആണ്. കാരണം ഞാൻ പറഞ്ഞു VT0P എന്ന് പറയുന്ന നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പൊ ഈ പോയിന്റിൽ എന്താണ് സംഭവിക്കുക? അവിടെ PMOS ഓഫ് ആണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. സോ PMOS ഓഫ് ആണ്, NMOS ഓൺ ആണ്. And at that point VOL equal to Vout equal to 0 കിട്ടും. ഓക്കെ, PMOS ഓഫ് ആണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്പുട്ട് എന്താണ്? ഗ്രൗണ്ടിലേക്ക് ടൈ ചെയ്തിട്ടാണുള്ളത്. ഇനി NMOS ഏത് റീജിയനിലാണ് അത് വർക്ക് ചെയ്യാന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? ആ സമയത്ത് NMOS ഏത് റീജിയനിലാണ് വർക്ക് ചെയ്യുന്നത്? ലീനിയർ റീജിയനിലാണ്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, Vout എന്ന് പറയുന്നത് അപ്പോഴും വളരെ ചെറിയ വാല്യൂ ആണ്, നിയർലി 0 ആണ് Voutന്റെ വാല്യൂ അല്ലെ? 0 ലെസ് ദാൻ Vin വളരെ ഹൈ വാല്യൂ ആണ്. സോ ദിസ് കണ്ടീഷൻ ഇസ് മെറ്റ്. അതുകൊണ്ടാണ് NMOS ലീനിയർ റീജിയനിലാണെന്ന് പറയുന്നത്. സോ ഈ ഡിഫറെന്റ് റീജിയൻസിന്റെ ആ ഒരു ടേബിളായി എഴുതിയതാണ്. എനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് റീജിയൻ ബി ആണ്. റീജിയൻ ബിയില് Vin എന്ന് പറയുന്ന ഗ്രേറ്റർ ദാൻ VT0N ആണ്. സോ NMOS ഓൺ ആയിരിക്കും. NMOS ഓൺ ആയാൽ ഏത് റീജിയനിലാണ് ഓൺ? സാച്ചുറേഷൻ റീജിയനിലാണ്. കാരണം സാച്ചുറേഷൻ റീജിയന്റെ കണ്ടീഷൻ നമ്മൾ മേലെ ഡിസ്കസ് ചെയ്തിരുന്നു. Vout ഷുഡ് ബി ഗ്രേറ്റർ ദാൻ Vin മൈനസ് VT0N ആണ്. ഇപ്പോൾ Vout എന്ന് പറയുന്ന ആ B എന്ന് പറയുന്ന പോയിന്റിൽ Vout എന്ന് പറയുന്നത് എന്താണ്? B എന്ന് പറയുന്ന പോയിന്റിൽ ഏകദേശം VDD ആണ്. സോ VDD ഇസ് ഗ്രേറ്റർ ദാൻ Vin മൈനസ് VT0N ആണ്. ആൻഡ് ഫോർ PMOS അതേ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ലീനിയർ റീജിയനിൽ വർക്ക് ചെയ്യുമ്പോഴാണ്. സോ PMOS ഇസ് ഇൻ ലീനിയർ റീജിയൻ ആൻഡ് NMOS ഇസ് ഇൻ സാച്ചുറേഷൻ റീജിയൻ. ആൻഡ് B എന്ന് പറയുന്ന പോയിന്റിൽ dVout ബൈ dVin ഈക്വൽ ടു -1 ആണ്. ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? VIL. ഇറ്റ് ഇസ് ദി മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് വിച്ച് ഇസ് ട്രീറ്റഡ് ആസ് ലോജിക് 0. അപ്പോൾ VIL ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ വാട്ട് വി ആർ ഡൂയിങ് ഇസ് വി ആർ ഈക്വേറ്റിംഗ് ബോത്ത് ദ കറണ്ട്സ്. NMOSലൂടെ എന്താണോ കറണ്ട് ഫ്ലോ ചെയ്യുന്ന അതേ കറണ്ട് ആണ് PMOSലൂടെ ഫ്ലോ ചെയ്യുക. സോ IDN ഇൻ സാച്ചുറേഷൻ ഈക്വൽ ടു IDP ലീനിയർ ആണ്. ദെൻ സാച്ചുറേഷൻ റീജിയനിലെ കറണ്ടിന്റെ ഇക്വേഷൻ ബീറ്റ n ബൈ 2 ഇൻറ്റു VGSN മൈനസ് VT0N സ്ക്വയർ ആണ്. ഈക്വൽ ടു ലീനിയർ റീജിയനിലെ കറണ്ടിന്റെ ഇക്വേഷൻ ബീറ്റ P ഇൻറ്റു VGSP മൈനസ് VT0P ഇൻറ്റു VDSP മൈനസ് VDSP സ്ക്വയർ ബൈ 2 ആണ്. സോ ഇവിടുത്തെ കേസിൽ VGSN എന്ന് പറയുന്നത് Vin ആണ്. VGSP എന്ന് പറഞ്ഞാൽ Vin മൈനസ് VDD ആണ്. VDSP എന്ന് പറഞ്ഞാൽ Vout മൈനസ് VDD ആണ്. ഓക്കെ, അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ വി ആർ ഡിഫറൻഷിയേറ്റിംഗ് ദിസ് വിത്ത് റെസ്പെക്ട് ടു Vin ആണ്. അപ്പോൾ ഇതെന്ത് വരും എന്ന് വെച്ചാൽ ബീറ്റ n ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ 2x ആണ്. അപ്പോൾ 2 ഇൻറ്റു Vin മൈനസ് VT0N വരും. ഇപ്പുറത്തെ സൈഡിൽ ബീറ്റ P ഇൻറ്റു ഇതെന്ന് പറയുന്നത് XY എന്നുള്ള രീതിയിലാണ്. ഇത് X ആയിട്ട് എടുക്കും, ഇത് Y ആയിട്ട് എടുത്താൽ ഫസ്റ്റ് എന്താണ്? X ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് Y. അപ്പോൾ X എന്ന് പറയുന്ന ഈ ഹോൾ ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് Y എന്ന് പറയുന്നത് എന്ത് വരും? dVout ബൈ dVin വരും. VDDന്റെ എന്താണ്? 0 ആണ്, കോൺസ്റ്റന്റ് ടേം ആണല്ലോ. മൈനസ് അടുത്തത് എന്ത് വരും? Y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് X ആണ്. അപ്പോൾ Y എന്ന് പറയുന്നത് Vout മൈനസ് VDD ആണ്. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് X എന്ന് പറഞ്ഞാൽ എന്താ വരിക? Vinന്റെ ഡെറിവേറ്റീവ്
1 വരും, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ടേം ആണ്. മൈനസ് സെക്കൻഡ് ടേമിന്റെ എന്താണ് 2 ഇൻറ്റു വി ഔട്ട് മൈനസ് വി ഡി ഡി ബൈ 2 ഇൻറ്റു ഡി വി ഔട്ട് ബൈ ഡി വി എന്ന് വരും. സോ ഡി വി ഔട്ട് ബൈ ഡി വി എന്ന് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇങ്ങനെ മോഡിഫൈ ആവും നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ വി എന്നിന്റെ പ്ലേസിൽ നമ്മൾ വി ഐ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ വി ഐ എല്ലിന്റെ ടേംസ് മുഴുവൻ ഒരേ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ദെൻ വിൽ ബി ഗെറ്റിംഗ് ദി ഇക്വേഷൻ ആസ് സച്ച്. ഇവിടെ ഈ ബീറ്റ എൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ബീറ്റ എൻ എന്ന് പറയുന്നത് മ്യൂ എൻ സി ഓക്സ് ഡബ്ല്യു ബൈ എൽ ഓഫ് എൻ ആണ്. W by L of Nmos, അതാണ് ബീറ്റ എൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ബീറ്റ എൻ എന്ന് പറയുന്നത്? ബീറ്റ എൻ ഈക്വൽ ടു മ്യൂ എൻ എന്ന് പറഞ്ഞാൽ മൊബിലിറ്റി, മ്യൂ എൻ സി ഓക്സ് ഡബ്ല്യു ബൈ എൽ ഓഫ് എൻ ആണ്. അതേപോലെ ബീറ്റ പി എന്തായിരിക്കും? മ്യൂ പി സി ഓക്സ് ഡബ്ല്യു ബൈ എൽ ഓഫ് പി ആണ്. അതായത് മ്യൂ എൻ സി ഓക്സ് എന്ന് പറയുന്ന ഇത്രയും ടേം എന്താണ്? ഇത്രയും ടേം എന്ന് പറയുന്നത് കെ എൻ ഡാഷ് ആണ്. അപ്പോൾ കെ എൻ ഡാഷ് ബൈ കെ പി ഡാഷ് 2 to 3 ആയിരിക്കണം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡീറ്റെയിൽസ് ഓഫ് ദ പ്രോസസ്സിംഗ്. സി ഓക്സ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഇസ് സെയിം ഫോർ ബോത്ത് ദ ട്രാൻസിസ്റ്റേഴ്സ്, കെ എൻ ഡാഷ് ബൈ കെ പി ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? കെ എൻ ഡാഷ് ബൈ കെ പി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി വേണ്ട? മ്യൂ എൻ സി ഓക്സ് ബൈ മ്യൂ പി സി ഓക്സ് ആണ്. സി ഓസ് നിയർലി ഈക്വൽ ആണെങ്കിൽ മ്യൂ എൻ ബൈ മ്യൂ പി ഈക്വൽ ടു ആർ, മൊബിലിറ്റി റേഷ്യോ എന്നാണ് അതിന് പറയുന്നത്. സോ നമ്മൾ മുകളിൽ കിട്ടിയ ഇക്വേഷനിൽ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഡിവൈഡഡ് ബൈ ബീറ്റ പി ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡഡ് ബൈ ബീറ്റ പി ചെയ്യുമ്പോൾ നമുക്ക് വി ഐ എല്ലിന്റെ ഇക്വേഷൻ ഇതാണ് കിട്ടുക ഇൻ ടേംസ് ഓഫ് മൊബിലിറ്റി റേഷ്യോ. അപ്പം നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് വി ഐ എച്ച് ആണ്. അപ്പോൾ ആ വി ഐ എച്ചിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എൻമോസ് ലീനിയർ റീജിയനിലാണെന്ന് കിട്ടി, പിമോസ് സാച്ചുറേഷൻ റീജിയനിലാണെന്ന്. എൻമോസ് എങ്ങനെയാണ് ലീനിയർ റീജിയനിൽ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ നമ്മളെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വി ഔട്ട് ലെസ് ദാൻ വി ഇൻ മൈനസ് വി ടി 0n ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. വി ഔട്ട് എന്ന് പറയുന്നത് ആ ഒരു പോയിന്റിൽ വി ഐ എച്ച് എന്ന് പറയുന്ന പോയിന്റിൽ ആസ് യു ക്യാൻ സീ ഫ്രം ദ ഗ്രാഫ് വി ഔട്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 0 വാല്യൂ ആണ്. സോ വി ഔട്ട് ഇസ് ഡെഫിനറ്റ്ലി ലെസ് ദാൻ വി ഇൻ മൈനസ് വി ടി 0. അപ്പോൾ എൻമോസ് ലീനിയർ റീജിയനിലായിരിക്കും. പിമോസ് എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് കണ്ടീഷൻ. ഈ ഇതേ കണ്ടീഷൻ പ്രിവെയിൽ ചെയ്യുന്ന പിമോസിന്റെ കേസിൽ സാച്ചുറേഷൻ റീജിയനിലാവുമ്പോഴാണ്. അപ്പോൾ പിമോസ് സാച്ചുറേഷനിലാണ്. സോ ഐ ഡി എൻ ലീനിയർ ഈക്വൽ ടു ഐ ഡി പി സാച്ചുറേഷൻ. ലീനിയർ റീജിയനിലെ കറണ്ടിന്റെ ഇക്വേഷൻ ഇതാണ്, ബീറ്റ എൻ ഇൻറ്റു വി ഇൻ മൈനസ് വി ടി 0n ഇൻറ്റു വി ഔട്ട് മൈനസ് വി ഔട്ട് സ്ക്വയർ ബൈ 2 ഈക്വൽ ടു ബീറ്റ പി ബൈ 2 ഇൻറ്റു വി ഇൻ മൈനസ് വി ഡി ഡി മൈനസ് വി ടി 0 പി ഹോൾ സ്ക്വയർ. കാരണം വി ജി എസ് എന്ന് പറയുന്ന വി ഇൻ ആണ്, വി ഡി എസ് എന്ന് വി ഔട്ട് ആണ്, വി ജി എസ് പി വി ഇൻ മൈനസ് വി ഡി ഡി ആണ്, വി ഡി എസ് പി എന്ന് പറയുന്ന വി ഔട്ട് മൈനസ് വി ഡി ഡി ആണ്. Then we are differentiating with respect to V in. അപ്പോൾ ബീറ്റ എൻ ഇൻറ്റു ഈ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? എക്സ് വൈ എന്നുള്ള രീതിയിൽ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ടേം പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം. അപ്പോൾ വി ഇൻ മൈനസ് വി ടി 0n ഇൻറ്റു ഡി വി ഔട്ട് ബൈ ഡി വി ഇൻ പ്ലസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ 1 ആണ് വി ഔട്ട് മൈനസ് ഇതിൻ്റെ എന്താ കിട്ടുക? 2 വി ഔട്ട് by 2 into d v out by v in equal to അപ്പുറത്തെ സൈഡിൽ ഡെറിവേറ്റീവ് എടുത്താൽ ബീറ്റ പി ബൈ 2 into 2 into v in minus v d d minus v t 0 p. അപ്പോൾ അതിന് നമ്മൾ ബീറ്റ എൻ ഇൻറ്റു ഇത് എക്സ്പാൻഡ് ഡി വി ഔട്ട് ബൈ വി ഇന്നിന് വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് -1, ഡി വി ഔട്ട് ബൈ വി ഇന്നിന് വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് -1. സോ ഇങ്ങനെ ഈ ഇക്വേഷൻ വരും. ദെൻ വി ഇന്നിന് വി ഐ എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, so wherever V in is seen, there we are putting VIH. Then VIH is taken as common. Then VIH in the equation ingane namukku kittum. Then we are dividing it by beta p. Then we can replace beta n by beta p by r. Okay. So namukku VOLH inde value VDD kitti, VOL inde value 0 kitti. VIL ന്റെ വാല്യൂ IL ന്റെ വാല്യൂ കിട്ടി ആൻഡ് VIH ന്റെ വാല്യൂ കിട്ടി.
So far we were discussing about the regions A, B, D and D. അപ്പോൾ A എന്ന് പറയുന്ന region എന്താന്ന് വെച്ചാൽ since input is less than VT0N, NMOS is off and PMOS is in linear region. And E എന്ന് പറയുന്ന region എന്താണ്? There NMOS is in linear region and PMOS is in cutoff region. B എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് VIL കറസ്പോണ്ടിങ് ആയിട്ടാണ്. അവിടെ സ്ലോപ്പ് എന്ന് പറയുന്ന -1 ആണ്. NMOS സാച്ചുറേഷനിലാണ്, PMOS ലീനിയറിലാണ്. ഇനി ഡി എന്ന് പറയുന്ന റീജിയൻ വേറൊരു സ്ലോപ്പ് -1 ആവുന്ന റീജിയൻ ആണ്. ദർ NMOS is in linear region and PMOS is in saturation region. ഇനി ഒരു റീജിയനെ കൂടി നമുക്ക് കാണാനുണ്ട്, that is region C. It is the region in which Vin equal to Vout equal to Vm എന്ന് പറയുന്ന റീജിയൻ ആണ് ഈ റീജിയൻ. both the NMOS and PMOS will be in saturation region. അതാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു Vm എന്ന് പറയുന്ന ടേം കൂടി നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. Vm എന്ന് പറയുന്ന ടേം എന്താണ്? Vin equal to Vout എന്ന് പറയുന്ന ലൈൻ വരച്ചാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക, ലൈൻ വിത്ത് സ്ലോപ്പ് 1. ആ ലൈനിൽ കിടക്കുന്ന ഒരു പോയിന്റ് ആണ് Vm എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആ Vm എന്ന് പറയുന്ന പോയിന്റ് Vin equal to Vout എന്ന് പറയുന്ന ആ പോയിന്റിൽ വരുന്ന പോയിന്റ് ആണ്. സോ അതിന്റെ എക്സ്പ്രഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. So Vm is the point where VTC intersects the unity gain line, that is defined by Vout equal to Vin equal to Vm. A value of Vin equal to Vm is in the transition region and does not represent a Boolean quantity. Vin less than Vm ആണെങ്കിൽ the input voltage is considered as logic 0 values, and if Vin is greater than Vm, then we take it as logic 1. So knowing the value of Vm thus tells the center point of for input transition. Input transition the center point തരുന്ന ആളാണ് Vm. Vm എന്ന് പറഞ്ഞാൽ Vn equal to Vout എന്ന് പറയുന്ന ആ ലൈന് ഈ കർവുമായിട്ട് മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ് ആണ്. And that point it gives the center point of input transition. So to calculate the midpoint voltage, what we set is Vn equal to Vout equal to Vm എന്ന് സെറ്റ് ചെയ്യും. ആ റീജിയനിൽ NMOSും PMOSും രണ്ട് സാച്ചുറേഷനിലാന്ന് പറഞ്ഞു. അപ്പോൾ ബീറ്റ n by 2 into VGSN minus VT0N whole square equal to beta B by 2 into VGSP minus VT0P whole square ആണ്. So beta n by 2 into Vn minus VT0N whole square equal to beta P by 2 into Vn minus VDD. VGSP എന്ന് പറഞ്ഞാൽ Vn minus Vs ഉള്ളത് VDD യിലാണ്, minus VT0P whole square ആണ്. So beta n by 2 into Vn minus VT0N whole square equal to beta P by 2 into, ഇതിനെ നമുക്ക് തിരിച്ചെഴുതാം, ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് ഇങ്ങനെ എഴുതാൻ പറ്റും, VDD മൈനസ് Vin പ്ലസ് VT0P ഹോൾ സ്ക്വയർ, സ്ക്വയർ ഉണ്ടല്ലോ. സോ ഡിവൈഡിങ് ബൈ ബീറ്റ പി നമുക്ക് എന്ത് കിട്ടും എന്ന് വെച്ചാൽ, dividing by beta p and taking the square root, we get root of beta n by beta p into Vin minus VT0N. ഓക്കെ, സ്ക്വയർ റൂട്ട് കൊടുക്കുന്നു. എന്നിട്ട് Vm സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു Vന്റെ സ്ഥാനത്ത്, VDD minus Vm plus VT0P. So Vm ന്റെ ടേംസിൽ എഴുതുന്നു. Then Vm equal to VDD plus VT0P plus root of beta n by beta p into VT0N by 1 plus root of beta n by beta p. And beta n by beta p എന്ന് പറയുന്നത് R ആണ്. The symmetrical inverter VTC is one that has equal 0 and 1 input ranges ആണ്. 0 and 1 ഈക്വൽ, അതായത് 0 to VIL വരെ എത്രയാണോ റേഞ്ച് അതേ റേഞ്ച് തന്നെയായിരിക്കും VIH മുതൽ VDD വരെ. This can be achieved by choosing Vm equal to half VDD. അപ്പോൾ ബീറ്റ എൻ ബൈ ആ ഹാഫ് VDD എന്ന് പറയുന്ന ഇതിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ബീറ്റ എൻ ബൈ ബീറ്റ പി ഈക്വൽ ടു ഹാഫ് VDD പ്ലസ് VT0P ബൈ ഹാഫ് VDD മൈനസ് VT0N ഹോൾ സ്ക്വയർ കിട്ടും. ഇതിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഇക്വേഷനിൽ Vm എന്ന് പറയുന്നത് ഹാഫ് VDD സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. This allows us to compute the transistor sizes for this particular choice of Vm. അപ്പോൾ Vm ഹാഫ് VDD ആയിട്ട് കിട്ടണമെങ്കിൽ ബീറ്റ എൻ ബൈ ബീറ്റ പിന്റെ കണ്ടീഷൻ ഇങ്ങനെയായിരിക്കണം. ഇഫ് മോഡ് VT0P ഈക്വൽ ടു VT0N, then അത് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാന്ന് വെച്ചാൽ, a symmetric design requires that beta n equal to beta p ആയിരിക്കും. മോഡ് VT0P equal to VT0N ആണെങ്കിൽ ഇത് 1 ആവും. അപ്പോൾ ബീറ്റ n equal to beta p.
So that is the device transconductance values of the two MOSFETs are equal. Beta N ഉം beta P എന്ന് പറഞ്ഞാൽ device transconductance ആണ്. Beta is proportional to W by L of a MOSFET and that W by L is the actual design variable. Beta എന്ന് പറയുന്നത് എന്തായിരുന്നു? Beta equal to mu Cox W by L ആണ്. So that is about the DC characteristics of Cmos inverter. So in this we discussed about what is Cmos inverter, what is DC characteristics. അപ്പോൾ VTC ആണ് DC characteristics തരുന്നത്. VTC എന്ന് പറഞ്ഞാൽ it is a plot between input and output and അതിൽ 5 regions ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഒരു പ്രാക്ടിക്കൽ ഇൻവെർട്ടറിന്റെ കേസിൽ. ആ 5 regions ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. A, B, C, D and D. അപ്പോൾ ഓരോ റീജിയനിലും ആരെല്ലാണ് ഓൺ ആവുന്നത് എന്നുള്ള കണ്ടീഷൻസ് പറഞ്ഞു. പിന്നെ VOH-ന്റെയും VOL-ന്റെയും വാല്യൂസ് കണ്ടുപിടിച്ചു. അതേപോലെ VIL-ന്റെയും VIH-ന്റെയും എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ VM എന്ന് പറയുന്നത് എന്താണ്, ആ VM ഹാഫ് VDD ആവുമ്പോൾ എന്താണ് കണ്ടീഷൻ ഉണ്ടാവുക, ട്രാൻസിസ്റ്റർ എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചു.